ഹായ് കാലത്ത് നേരെ ചെത്തി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ വീട്ടിൽ വന്ന് ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളെ കട്ടൻ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വൈഫുണ്ടല്ലോ ഏട്ടൻ്റെ വീട്ടിലിതാ മുട്ടക്കോസ് അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മുട്ടക്കോസ് ബീൻസൊക്കെ നിറയെ അരിഞ്ഞുകൊണ്ടിരിക്കുക കാരണം നിറയെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഞാൻ തന്നെ ചായ വെച്ച് കുടിച്ചേട്ടാ. ഒക്കെ റെഡിയായി അപ്പൂനെ സ്കൂൾ വണ്ടി കയറ്റി വിടാൻ പോവാണ്. അപ്പൂ ഇതാ സ്കൂൾ വണ്ടി കയറാൻ നിൽക്കുകയാണ് കേട്ടോ. വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗ് നിൽക്കുകയാണ്. വണ്ടിയൊക്കെ വന്ന് ഇതാ അപ്പൂന് കയറ്റി വിട്ട് വീട്ടിൽ വൈഫിന് വിട്ട് അടുത്ത് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഒരാളിനെ വിളിക്കാൻ പോകാൻ കേട്ടോ. ഇന്നേക്ക് വരേണ്ടത് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ റോട്ടിൽ പോവുകയാണ്. അതാരും മനസ്സിലായില്ലേ, ഉണ്ണിക്കണ്ണൻ മംഗള ഡാം ആളാണ് കേട്ടോ. ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. ശരി വരെ ഇവിടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ശരി വരും പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ. വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോ ഒക്കെ എടുത്തിട്ട് അടുത്ത് എന്താണ് അറിയുമോ, കൃഷിസ്ഥലത്തിൽ പോയി നോക്കണം പറഞ്ഞിട്ടാ. കൃഷിസ്ഥലം പറഞ്ഞതാ, കൃഷിസ്ഥലത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വരമ്പത്തൊക്കെ നേരെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കിണറാണ്. കിണറിൽ കുറച്ച് മീൻ വളർത്തുന്നുണ്ട് കേട്ടോ. അതിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് വേണ്ട മീനൊക്കെ നിറയുണ്ട് കേട്ടോ. അതിന് വളർത്തുന്നുണ്ട്. പിന്നെ വരുന്ന വേറെ ഇതാ ചെറിയ തെങ്ങുണ്ടല്ലോ, അതിൽ കയറി ഇളനീരിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ ഇളനീരിട്ട് കൊടുക്കുകയാണ്. ഇളനീരിട്ട് സൂപ്പറായി വെട്ടിക്കൊടുത്ത് അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ആൾ കുടിക്കാൻ കൊടുത്തു കേട്ടോ. അടുത്തായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, എന്തിട്ട് കൊടുത്തറിയുമോ, ഇതാ മസാല ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടാ. ഇതാണ് മസാല ഓംപ്ലേറ്റ്. കുറെ നാളെ എല്ലാവരും മൂപ്പര് ചോറുമ്പോ എപ്പോഴും നോക്കി എടുത്ത് കൊതിക്കാണ്. വെറൈറ്റി ഓംപ്ലേറ്റ്, മസാല ഓംപ്ലേറ്റ് അടിപൊളി. അതൊക്കെ കഴിഞ്ഞത് പാലക്കാട് ഇതാ കമ്പാലത്തറ വെങ്കൽക്കായം വിളിച്ചിട്ട് കേട്ടോ. വെങ്കൽക്കായം ഡാം ഇതാ കാണുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴേൻ്റെ അരികത്തായിട്ടുള്ളതാണ് വെങ്കൽക്കായം ഡാം കേട്ടോ. നിറയെ പനകളോട് കൂടിയുള്ള ഡാം. അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല, വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അത് കാരണം പോകാൻ പറ്റില്ല. ഇത് അടുത്ത ഡാമിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താണ് അറിയുമ്പോൾ കമ്പാലത്തറ ഡാമാണ് ആദ്യം കാണിച്ചത്. ഇത് വെങ്കൽക്കായം ഡാമാണ് കേട്ടോ. അതൊക്കെ ചുറ്റിക്കിറങ്ങി ആളിനെ വണ്ടി കയറ്റി വിട്ടു. നിങ്ങൾ വെങ്കൽക്കായം ഡാം വന്നിട്ടുണ്ടാ പറയണം.